വൃക്കരോഗത്തിനിടെ തലച്ചോറിൽ രക്തസ്രാവം കൂടി വന്നതോടെ ജീവനായി പെടാപ്പാട് വിടുകയാണ് പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി സന്ദീപ് എന്ന യുവാവ്. അമ്മ നൽകിയ വൃക്കകളുടെ പ്രവർത്തനം കൂടി നിലച്ചതോടെ വെന്റിലേറ്റർ സഹായത്തിലാണ് ജീവൻ നിലനിർത്തുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ബില്ലടയ്ക്കാനില്ലാതെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം. വടക്കഞ്ചേരി പ്രധാനി സ്വദേശി സന്ദീപിന് വൃക്കരോഗം സ്ഥിരീകരിക്കുന്നത്. ചികിത്സകൾക്കൊടുവിൽ സ്വന്തം അമ്മ തന്നെ ഒരു വൃക്ക പകുത്തു നൽകി. ശസ്ത്രക്രിയയ്ക്കു ശേഷം കോവിഡ് വന്നു, പിന്നെ ന്യൂമോണിയയായി. ഫെബ്രുവരി 22 തലയിൽ ഞരമ്പ് പൊട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് നെന്മാറ അവരീസ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ഇന്നേക്ക് 51 ദിവസമായി. ഇന്നും നമ്മൾക്ക് ഒരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം 15 ലക്ഷം രൂപ ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട്. ആകെ നമ്മൾ 6 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് സാമ്പത്തിക വളരെ പിന്നോക്കത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിനിടയിലാണ് തലച്ചോറിൽ രക്തസ്രാവം കൂടി വന്നത്. നെന്മാറ അവൈറ്റീസ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ആശുപത്രി അധികൃതരുടെ കനിവിൽ ബില്ലിൽ കാര്യമായ വിട്ടുവീഴ്ച നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ ബില്ലിനത്തിൽ അടയ്ക്കാനുണ്ട്. ഇനിയിപ്പോൾ ഒരു 9 ലക്ഷം ഞങ്ങൾക്ക് ബാക്കി കൊടുക്കാനുണ്ട്. ഞങ്ങൾക്ക് എവിടെ നിന്നും ഞങ്ങൾ മാക്സിമം എല്ലാവരും ഞങ്ങൾക്ക് പിരിച്ചു ഞങ്ങൾ മാക്സിമം കെട്ടിയിട്ടുണ്ട്. ഇനി എവിടെ നിന്നും കിട്ടാനില്ല. ഒരു കിഡ്നി പേഷ്യൻറ്റും കൂടിയാണ് എൻ്റെ മോൻ. ഡയാലിസ് ചെയ്ത് 3 വർഷം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 9 ലക്ഷം ഞങ്ങൾക്ക് കൊടുക്കാനുണ്ട്. ഇനിയും ഒന്നും പറയാറായിട്ടില്ല. അവസ്ഥ ഇപ്പോഴും മോശം തന്നെയാണ്. ജീവൻ സഹായ യന്ത്രങ്ങളുമായി വീട്ടിലേക്ക് ഡിസ്ചാർജായി മടങ്ങണമെങ്കിൽ ആശുപത്രിയിൽ ബില്ലടയ്ക്കണം. ഭാര്യയും ചെറിയ 2 മക്കളും അടങ്ങുന്ന ഈ കുടുംബത്തിന് ഇത്ര ഭീമമായ തുകയടയ്ക്കാനുള്ള കഴിവില്ല. സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്ത ഇവർ സുമനസ്സുകൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കഴിയുന്നത്. 24 പാലക്കാട്.